السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وعملا خالصا يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله على كل حال ونعوذ بالله من حال أهل النار. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിൽ നോട്ട്സ് എഴുതുന്ന വിഷയം പറഞ്ഞിരുന്നു. അതായത് പണ്ഡിതന്മാരുടെ അടുത്തും ക്ലാസ് കേട്ട് നോട്ട്സ് എഴുതി പിന്നീട് ആ നോട്ട്സ് പുസ്തകങ്ങളായി മാറിയ വിഷയം. അപ്പം അതിൽ 3 പുസ്തകങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഒന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ബദാഇഉൽ ഫവായിദ്, മറ്റൊന്ന് ഇമാം സർകശിയുടെ ഖബായ സവായ, മൂന്നാമത്തത് ഇമാം അബുൽ ഫറജ് അൽ ജൗസിയുടെ സയ്യിദുൽ ഖാത്തിർ. അവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് സയ്യിദുൽ ഖാത്തിറും ഇബ്നുൽ ഖയ്യിമിൻ്റെ പുസ്തകമാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് നോട്ട്സ് എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയത് ഇമാം അബുൽ ഫറജ് അൽ ജൗസി റഹിമഹുള്ളയുടേതാണ് ആ പുസ്തകം. അതൊന്ന് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. ഇൻഷാ അല്ലാഹ് ആയത്തുകളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മിഫ്താഹു ദാരി സആദ എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തൊരു വാചകം ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്, ഫലൗ അലിമൻ നാസു, അദ്ദേഹത്തിൻ്റെ മിഫ്താഹു ദാരി സആദ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, ഫലൗ അലിമൻ നാസു മാ ഫി ഖിറാഅത്തിൽ ഖുർആനി ബിതദബ്ബുരി ലഷ്തഗലു ബിഹാ അൻ കുല്ലി മാ സിവാഹ ഫഇദാ ഖറഅഹു ബിതഫക്കുരിൻ ഹത്താ മറ ബിആയത്തിൻ ഹുവ മുഹ്താജുൻ ഇലൈഹ ഫി ശിഫാഇ ഖൽബിഹി കററഹ വലൗ 100 മറ ولو ليلة فقراءة آية بتفكر وتفهم خير من قراءة ختمة بغير تدبر وتفهم وأنفع للقلب وأدعى إلى حصول الإيمان وذوق حلاوة القرآن. അദ്ദേഹം പറയുന്നത്, ഖുർആന് ചിന്തിച്ച് മനസ്സിലാക്കി ഓതുന്നതിൻ്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലഷ്തഗലു ബിഹാ അൻ കുല്ലു മാ സിവാഹ, എല്ലാം ഒഴിവാക്കിയിട്ട് അതിൽ പ്രാധാന്യം കൊടുക്കുമായിരുന്നു, നിരന്തരം അത് ചെയ്യുമായിരുന്നു. അതായത് ഖുർആൻ അർത്ഥം മനസ്സിലാക്കി തദബ്ബുറോട് ചിന്തിച്ച് മനസ്സിലാക്കി ഓതുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലായിരുന്നെങ്കിൽ അദ്ദേഹം പറയാണ് എന്താണ്, ബാക്കിയൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും, മുഴുവൻ സമയം അതിൽ മുഴുകുമായിരുന്നു. എന്നിട്ട് പറയാണ്, ഫൈദാ ഖറഅഹു ബിതഫക്കുരിൻ ഹത്താ മറ ബിആയത്തിൻ ഹുവ മുഹ്താജുൻ ഇലൈഹ, ഒരാൾ ഓതാണ്, ഖുർആൻ ഓതാണ്, ബിതഫക്കുരിൻ മനസ്സിരുത്തി വായിക്കാണ് അദ്ദേഹം. അങ്ങനെ അയാളുടെ ഹൃദയത്തിന് മറ ബിആയത്തിൻ ഹുവ മുഹ്താജുൻ ഇലൈഹ ഫി ശിഫാഇ ഖൽബിഹി, ഹൃദയത്തിന് ശമനം നൽകാൻ ഉപകരിക്കുന്ന ഒരായത്ത് എത്തിയാൽ കററഹ വലൗ 100 മറ, അത് 100 പ്രാവശ്യമെങ്കിലും എന്താണ് പിന്നെയും ഓതിക്കൊണ്ടേയിരിക്കും. വലൗ ലൈലത്തിൻ, ഒരു രാത്രി മുഴുവനായും. അതായത് അദ്ദേഹം പറയുന്നത്, ഒരാൾ ഒരു അർത്ഥം മനസ്സിലാക്കി ഒരായത്ത് ഓതിയിട്ട് അയാളുടെ ഹൃദയത്തിന് അതൊരു ശമനം നൽകുന്ന ഒരായത്താണെങ്കിൽ അത് 100 വട്ടം അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ അത് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ്. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഖിറാഅത്തു ആയത്തിൻ ബിതഫക്കുരിൻ വതഫഹുമിൻ ഖൈറും മിൻ ഖിറാഅത്തി ഖത്മത്തിൻ ബിഗൈരി തദബ്ബുരിൻ വതഫഹുമിൻ. ഖുർആനിലെ ഒരു ആയത്ത് ചിന്തിച്ച് മനസ്സിലാക്കി ഒരായത്ത് ഓതുന്നതാണ് ഖുർആൻ മുഴുവൻ വെറുതെ ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയും ഓതുന്നതിനേക്കാൾ നല്ലത് എന്ന്. അതായത് ഖുർആനിൽ ഒരായത്ത് ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഓതുന്നതാണ് ഖുർആൻ മുഴുവൻ ചിന്തിക്കാതെ മനസ്സിലാക്കാതെ വെറുതെ ഓതിപ്പോകുന്നതിനേക്കാൾ നല്ലത് എന്ന് അദ്ദേഹം പറയാൻ നിർത്തിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാം, വഅൻഫഉ ലിൽ ഖൽബി, എന്താണ്, ഹൃദയങ്ങൾക്ക് കൂടുതൽ ഗുണകരവും, വഅദ്ആ ഇലാ ഹുസൂലിൽ ഈമാനി, എന്താണ്, ഈമാന് ലഭിക്കാനും, വദൗഖി ഹലാവത്തുൽ ഖുർആൻ, ഖുർആൻ്റെ മാധുര്യം നൽകാനും അത് സഹായിക്കുന്നതാണ് എന്നാണ്. ഖുർആൻ അർത്ഥം മനസ്സിലാക്കി ഓതുന്നതിൻ്റെ പൊരുളാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അപ്പം ഇതിവിടെ തുടക്കത്തിൽ ഉദ്ധരിച്ചത് എന്താണെന്ന് വെച്ചാൽ, അത് ഖുർആനെ അർത്ഥം മനസ്സിലാക്കി ഓതുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത് തുടക്കത്തിൽ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തിലേക്ക് കിടക്കാം.
നമ്മൾ കഴിഞ്ഞ ആഴ്ച 39-ാം അധ്യായം സൂറത്ത് സുമറാണ് തുടങ്ങി വെച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂറത്ത് സുമറിൻ്റെ പേരിൻ്റെ അർത്ഥവും അതേപോലെ തന്നെ എന്താണ് സുമറിൽ വരുന്ന വിഷയമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കിയുള്ള ഒന്നാമത്തെ ആയത്ത് നമ്മൾ നോക്കിയത് എന്താണ്? തൻസീലുൽ കിതാബ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. തൻസീലുൽ കിതാബ്, കിതാബിൻ്റെ ഇറക്കം, മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാകുന്നു. എങ്ങനെയുള്ള അള്ളാഹു? അൽ അസീസിൽ ഹക്കീം, പ്രതാപശാലിയും അഗാധജ്ഞനുമായ അള്ളാഹുവിൽ നിന്നാകുന്നു കിതാബിൻ്റെ ഇറക്കമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഉണർത്താൻ. ഇൻഷാ അല്ലാഹ് ബാക്കി 2, 3, 4 ആയത്തുകൾ ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഞാൻ ആയത്ത് ഓതിത്തരങ്ങൾ അതൊന്ന് നോക്കാം. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 2, 3, 4 ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار. ഇൻഷാ അല്ലാഹ് 3 ആയത്തുകൾ നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആയത്തിൽ നമുക്കറിയാം എന്താണ്? ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ചാണ് ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താണ്? തൻസീലുൽ കിതാബി, വേദഗ്രന്ഥത്തിൻ്റെ ഇറക്കം അള്ളാഹുവിൽ നിന്നാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഖുർആനിൻ്റെ ഇറക്കം എവിടുന്നാണ് എന്നുള്ളത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ആയത്തിൽ ഉണർത്തുക എന്താണ്? ആരിലേക്കാണ് ഖുർആൻ ഇറക്കിയത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ആയത്തിൽ ഉണർത്തുന്നത്. അതാണ് പറയുക, ഇന്ന അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. എന്താണ്? ഇന്ന അൻസൽന, തീർച്ചയായും നാം ഇറക്കി, ഇലൈക്ക, താങ്കൾക്ക്. താങ്കൾ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നിനക്ക് നാം ഖുർആനെ ഇറക്കി തന്നു. അൽ കിതാബ്, കിതാബ് എന്നാണ് പറഞ്ഞത്. ഖുർആനെ കിതാബ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഖുർആൻ്റെ മറ്റൊരു പേരാണ് കിതാബ് എന്ന്. വസുമിയ കിതാബൻ ലി അന്നഹു മക്തൂബുൻ ഫിൽ ലൗഹിൽ മഹ്ഫൂദി വ മക്തൂബുൻ ബിസ്സുഹ്ഫി അല്ലതി ബിഐദീന വ മക്തൂബുൻ ഫിസ്സുഹ്ഫി അല്ലതി ബിഐദിൽ മലായിക. ഖുർആന് എന്തുകൊണ്ടാണ് അങ്ങനെ പേര് പറയാൻ കാരണം, കിതാബ് എന്ന് പറയാൻ കാരണം? മക്തൂബുൻ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ഖുർആൻ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വ മക്തൂബുൻ ബിസ്സുഹ്ഫി അല്ലതി ബിഐദീന, നമ്മുടെ അടുക്കലുള്ള മുസ്ഹഫുകളിലും ഖുർആൻ എന്തുണ്ട്? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വ മക്തൂബുൻ ഫി സുഹുഫി അല്ലതി ബിഐദിൽ മലായിക, മലക്കുകളുടെ കയ്യിലുള്ള സുഹഫുകളിലും എന്തുണ്ട്? ഖുർആനുണ്ട്. അതുകൊണ്ടാണ് ഖുർആന് കിതാബ് എന്ന് പറയാൻ കാരണം. ഇന്ന അൻസൽനാ ഇലൈക്കൽ കിതാബ, നിനക്ക് നാം, താങ്കൾക്ക് കിതാബിനെ ഇറക്കി തന്നു, നാം ഇറക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് പറയാം ബിൽ ഹഖ്, എങ്ങനെ? ന്യായപ്രകാരം. ബിൽ ഹഖ്, ന്യായപ്രകാരം. അതിൻ്റെ നേരെ വിപരീതമാണ് ബാത്തിൽ. ബാത്തിൽ എന്ന് പറഞ്ഞാൽ അനർത്ഥകമായത്. അപ്പം ന്യായപ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ ഇറക്കിയത്. അവിടെ ബിൽ ഹഖ് എന്നുകൊണ്ട് 2 ഉദ്ദേശമുണ്ട്. ഒന്ന് എന്താണ്? ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യായപ്രകാരമാണ് ഇറക്കിയത് എന്നുള്ളതാണ്. വെറുതെ ഇറക്കിയതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കറിയാം ഖുർആനിൽ ഏതൊരു വിഷയം നോക്കിയാലും മനുഷ്യന് ഏതാണ് സന്മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന കാര്യങ്ങളൊക്കെ ഖുർആനിലുണ്ട്. സത്യം ഏതാണ്, അസത്യം ഏതാണ്, ഒക്കെ ഖുർആനിൽ വിശദീകരിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഖുർആൻ. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ ഇറക്കിയതല്ല ഖുർആനിനെ. രണ്ടാമത്തെ ഒരു ഉദ്ദേശം, അതിലുള്ള കൽപ്പനകൾ, നവാഹി, അതിലുള്ള വിലക്കുകൾ, അതേപോലെ തന്നെ ഖുർആനിലുള്ള വിവരങ്ങൾ, കഥകളൊക്കെ എന്താണ്? സത്യമാണ്. അതിൽ ഒന്നും കളവില്ല.
അപ്പം രണ്ടർത്ഥമായാലും ശരി തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും ഇന്ന അൻസൽനാ ഇലൈക്കൽ കിതാബ, താങ്കൾക്ക് കിതാബിനെ ഇറക്കി തന്നു, ബിൽ ഹഖി, ന്യായപ്രകാരം. അത് എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഫഅബ്ദുല്ലാഹ്. എന്താണ് ഫഅബ്ദുല്ലാഹ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആദ്യം പറയുന്നത് ഇസ്ലാമിലെ പ്രബോധനത്തിൽ ഒന്നാമത്തെ വിഷയം, വേദഗ്രന്ഥങ്ങൾക്കും പ്രവാചകന്മാർക്കും പറയാനുള്ള ഒന്നാമത്തെ വിഷയം, ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ള ഒന്നാമത്തെ ആദർശമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ഇറക്കത്തിന് ശേഷം പറയുന്നത് എന്താണ്? ഫഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ്, എല്ലാ ഉമ്മത്തുകളിലും റസൂലുമാരെ നാം അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? അൻ ഇഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ഇറക്ക പറഞ്ഞതിന് ശേഷം എന്താണ് ആദ്യം പറയുന്ന വിഷയം? ഫഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അല്ലാതെ മറ്റുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ വലിയകൾ ആരാധിക്കുക എന്നല്ല ഖുർആൻ പറയുന്നത്. എന്നിട്ട് പറയുന്നതാണ് ഫഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, മുഖ്ലിസൻ ലഹുദ്ദീൻ. എന്താണ് മുഖ്ലിസൻ? ഇഖ്ലാസ്, ഖലസ എന്ന വാക്കിൽ നിന്ന് വന്നാണ് ഇഖ്ലാസ് എന്നുള്ളത്. എന്താണ് ഖലസിൻ്റെ അർത്ഥം? ശുദ്ധിയായി, ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുക എന്നാണ് ഇഖ്ലാസിൻ്റെ അർത്ഥം. ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുക, ശുദ്ധിയായിക്കൊണ്ട്. സലിമ വനജ, എന്താണ് സുരക്ഷിതമായി രക്ഷപ്പെട്ടു. ഇപ്പം ശുദ്ധീകരിക്കപ്പെട്ട വെള്ളത്തിന് മാ ഉൻ ഖാലിസ് എന്ന് പറയും. എന്താണ്? ചീത്ത വെള്ളത്തിൽ നിന്ന് നല്ല വെള്ളത്തെ എന്താണ് ശുദ്ധീകരിച്ച് വേറിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്നാണ് ഖലസയുടെ അർത്ഥം. ഖലസ ശുദ്ധിയായി, അഖ്ലസ യുഖ്ലിസു ഇഖ്ലാസൻ. എന്നൊക്കെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനത്തിനാണ് അഖ്ലസ എന്ന് പറയാം. അഖ്ലസയുടെ ഇസ്മു ഫാഇലാണ് മുഖ്ലസ്. അപ്പം ശുദ്ധീകരിക്കുന്ന പ്രവർത്തനത്തിന് എന്ത് പറയുക? അഖ്ലസ. ഇനി പ്രവർത്തിക്കുന്ന ആൾക്കാണ് എന്ത് പറയാ? മുഖ്ലിസ് അല്ലെങ്കിൽ മുഖ്ലസ് എന്ന് പറയാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ, എങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കണം എന്നാണ്. എല്ലാത്തരം വേണ്ടാത്ത വിശ്വാസങ്ങളിൽ നിന്നും ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും മുക്തമായി പ്യൂരിഫൈഡ് ആയ വിശ്വാസം. മുമഹ്ഹിസൻ ലഹുദ്ദീൻ മിന ഷിർക്കി വരിയ, ഷിർക്കിൽ നിന്നും റിയായിൽ നിന്നും, അതായത് ഷിർക്കിൽ ഭൗതിക ആരാധനയിൽ നിന്നും അതേപോലെ തന്നെ റിയ ലോകമാന്യതയിൽ നിന്നും മുക്തമായ ഒരു ആരാധന. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം എന്ന് മാത്രമല്ല പറഞ്ഞത്. കാരണം എന്താണ്? അള്ളാഹുവിന് ഇബാദത്ത് അബൂജഹലും അബൂലഹബും ചെയ്തിട്ടുണ്ട്. മക്കത്തെ മുശ്രിക്കീങ്ങളും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനത്തെ ഇബാദത്തായിരുന്നില്ല? ഖാലിസായ ഇബാദത്തായിരുന്നില്ല അവരുടേത്. അവരുടെ ഇബാദത്തിൽ കുഫറും ഷിർക്കും ഒക്കെ കലർന്നതായിരുന്നു അവരുടെ ഇബാദത്ത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് അബൂജഹൽ ചെയ്ത പോലത്തെ ഒരു ഇബാദത്തല്ല, അബൂലഹബ് ചെയ്ത പോലത്തെ ഒരു ഇബാദത്തല്ല, മക്ക മുശ്രിക്കീങ്ങൾ ചെയ്തതുപോലത്തെ ഒരു ഇബാദത്തല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. പിന്നെ എങ്ങനത്തെ ഇബാദത്താണ്? മുഖ്ലിസായ ഇഖ്ലാസോട് കൂടിയുള്ള ഒരു ഇബാദത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. റസൂൽ ഖുർആനിൽ പറഞ്ഞു ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം അവരുടേത് കലർപ്പുള്ളതായിരുന്നു, വിശ്വാസികളുടേത് എന്താണ്? കലർപ്പില്ലാത്ത ഷിർക്കിൽ നിന്നും അതേപോലത്തെ മറ്റു ബിദ്അത്തുകളിൽ നിന്നും മുഖ്ലിസായ ശുദ്ധിയായ ഇബാദത്താണ് വിശ്വാസികളുടേത്. അപ്പം നമുക്കറിയാം മുശ്രിക്കീങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു. അവർ കപ്പലിൽ കയറിയാൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും അല്ലേ? സൂറത്തു അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ. എന്താണ്? അവർ കപ്പലിൽ കയറിയാൽ അള്ളാഹുവിനെ നിഷ്കളങ്കം കീഴ്വണക്കമാക്കിക്കൊണ്ട് അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഫലമ്മാ നജ്ജാഹും, അങ്ങനെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കരയിലെത്തിച്ചാൽ ഇദാഹും യുശ്രികൂൻ, അപ്പോൾ അവരെന്ത് ചെയ്യും? ഷിർക്ക് ചെയ്യും. അതേപോലെ തന്നെ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വൈദാ ഗശിയഹു മൗജുൻ കദ്ദുലലി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദുൻ വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. എന്താണ്? വൈദാ ഗശിയഹു മൗജുൻ കദ്ദുലലി, പർവ്വതങ്ങൾ പോലെ തിരമാലകൾ അവരെ മൂടിയാൽ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കം കീഴ്വണക്കം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും.
അങ്ങനെ ഫലമ്മാ നജ്ജാഹും ഇലൽ ബരി, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കരയിലെത്തിച്ചാൽ ഫമിൻഹും മുഖ്തസിദുൻ, അവരിൽ ചിലർ മാത്രം മര്യാദ പാലിക്കുന്നവരായിരിക്കും. വമാ യജ്ഹദു ബി ആയാതിന ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ, എന്താണ് നന്ദി കെട്ടവരും പരമവഞ്ചകരും ഒഴികെ, അതായത് നന്ദി കെട്ടവരും പരമവഞ്ചകരും എന്താണ് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുമെന്നാണ്. അപ്പോൾ നോക്കിയേ, അവരുടെ അവസ്ഥ അതായിരുന്നു. പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനത്തെ ഒരു ആരാധനയല്ല അള്ളാഹു എന്താണ് നമ്മോട് കൽപ്പിച്ചത്. എല്ലാ സമയത്തും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ശുദ്ധീകരിച്ച വ്യക്തികൾക്കാണ് മുഖ്ലസ് എന്ന് പറയാം. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസിൻ, ഇബ്ലീസ് പറഞ്ഞതാണ്. ഇബ്ലീസ് പറഞ്ഞാണ് ഞാൻ എല്ലാ അടിമകളെയും വഴിതെറ്റിപ്പിക്കും. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസിൻ, നിന്റെ നിഷ്കളങ്കരായ അടിമകളെ ഒഴികെ എന്ന്. അവിടെ മുഖ്ലസീന് രണ്ട് ഖിറാഅത്തുണ്ട്. മുഖ്ലസും എന്നും ഖിറാഅത്തുണ്ട്, മുഖ്ലിസ് എന്നും ഖിറാഅത്തുണ്ട്. എന്താണ് മുഖ്ലസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ശുദ്ധീകരിച്ചവൻ, മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധീകരിച്ചവൻ. ഇപ്പം സൂറത്തുൽ ഇഖ്ലാസ് നമുക്കറിയാം. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പേര് വരാൻ കാരണം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നതാണ് എന്താണ് അള്ളാഹുവിൻ്റെ സിഫാത്തിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്, അല്ലേ? അള്ളാഹുവിൻ്റെ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളൊന്നും പറയുന്നില്ല. ഇത് മാത്രം തമീസാക്കി ഈ വിഷയം മാത്രം പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസിന് ഇഖ്ലാസ് എന്ന് പേര് വരാൻ കാരണം. മറ്റു ചിലർ പറഞ്ഞു ലിഅന്ന ലാഫിദ ബിഹാ അഖ്ലസു തൗഹീദ ലില്ലാഹി അസ്സ വജൽ, എന്താണ് സൂറത്ത് ഇഖ്ലാസ് ഓതുന്നവൻ തൗഹീദ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന്. അല്ലേ? റസൂൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ടായിരുന്ന സൂറത്തുകളൊക്കെ റസൂൽ എന്താണ് ഉറങ്ങുന്ന സമയത്ത് ഓതാൻ കൽപ്പിച്ചിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ 20 വട്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരീക്ഷിച്ചിട്ടുണ്ട്. എന്താണ് നിരീക്ഷിച്ചത്? റസൂൽ ഫജറിന് മുമ്പുള്ള 2 റക്അത്തിലും മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്തിലും രാത്രി നമസ്കാരങ്ങളിലൊക്കെ സൂറത്തുൽ കാഫിറൂനും അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും ഓതിയിരുന്നു എന്നാണ്. അപ്പോൾ നോക്കിയാൽ ആ സൂറത്തിൽ എന്താണ് അള്ളാഹുവിൻ്റെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമേ പറയുന്നുള്ളൂ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. അതേപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ആ വിഷയം മാത്രമേ ആ സൂറത്തുകളിൽ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 എന്ന് പറഞ്ഞത്. ചില പണ്ഡിതന്മാർ ഇത് പറയുന്നിടത്ത് പറയുന്നതാണ് സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും ഓതിയാൽ 10 ജുസ് ഓതിയതിൻ്റെ പ്രതിഫലമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൽപ്പിക്കുന്നത് ഫഅ്ബുദില്ല, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, മുഖ്ലിസൻ ലഹുദ്ദീൻ, എങ്ങനെ ഇഖ്ലാസോടുകൂടി, ഇഖ്ലാസോട് മറ്റു കലർപ്പൊന്നുമില്ലാതെ ശുദ്ധീകരിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയാം. എന്നിട്ട് പറയുന്നത് എന്താണ്? മുഖ്ലിസൻ ലഹുദ്ദീൻ. എന്താണ് ദീൻ? ദാന യദീനു ദീന, അല്ലെങ്കിൽ ദാന യദീനു ദൈന. ദീൻ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുക അല്ലെങ്കിൽ അനുസരിക്കുക അല്ലെങ്കിൽ പ്രതിഫലം. ധാരാളം അർത്ഥങ്ങളുണ്ട്. മാനിമൗലി അതിന് കുറേ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. മതം, കീഴ്വണക്കം, അനുസരണം, നടപടി എന്നൊക്കെ ദീനിന് അർത്ഥമുണ്ട്. ഈ കടന്ന് നമ്മൾ കേട്ടില്ലേ? കടത്തിന് അറബിയിൽ എന്താ പറയുക? ദൈന് എന്ന് പറയും. അതും ഇതിൽ നിന്ന് വന്നതാണ്. കാരണം ഒരാൾ മറ്റൊരാളോട് കടം വാങ്ങാൻ പോകുമ്പോൾ അയാളുടെ മുമ്പിൽ താഴ്ന്നു പോവുകയാണ് ചെയ്യുക, അല്ലെ? ഒരാൾ മറ്റൊരാളത്ത് പോയിട്ട് എടാ എനിക്കൊരു 500 റിയാൽ വേണം അല്ലെങ്കിൽ ഒരു 1000 റിയാൽ താടാ എന്നൊന്നും പോയിട്ട് ഒരാൾ മറ്റൊരാളോട് ചോദിക്കുമല്ലോ. പിന്നെ താഴ്മയോടുകൂടിയാണ് കടം വാങ്ങുമ്പോൾ ചോദിക്കുക. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്, കുല്ലു റജുലിൻ മുഅല്ലഖുൻ ഔ മർഹൂനുൻ ബിദൈനിഹി, ഓരോ വ്യക്തിയും താൻ വാങ്ങുന്ന കടത്തിൽ കെട്ടിയിടപ്പെടുമെന്ന്. അപ്പം എന്താണ് അവിടെ കീഴ്പ്പെടുക, അനുസരിക്കുക, പ്രതിഫലം എന്നൊക്കെ ദൈനിന് അർത്ഥമുണ്ട്. അതേപോലെ തന്നെ കർമ്മങ്ങൾ എന്നും അർത്ഥമുണ്ട്. പ്രതിഫലം മാലിക് യൗമിദ്ദീൻ എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ഓതാറില്ല, എന്താണ് പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന്. അപ്പം ദൈന് എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുക, അനുസരിക്കുക അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുക. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, കീഴ്വണക്കം ശുദ്ധീകരിച്ചുകൊണ്ട്, അഥവാ ആ അനുസരണത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? കലർപ്പുണ്ടാകാൻ പാടില്ല. സുന്നത്തേ പാടുള്ളൂ, ബിദ്അത്ത് പാടില്ല. ഹലാലുകളെ പാടുള്ളൂ, ഹറാമുകൾ പാടില്ല. തൗഹീദേ പാടുള്ളൂ, ഷിർക്കും കുഫറും അതിൽ പാടില്ല. അങ്ങനെ
എല്ലാ പ്രവൃത്തിയിലും വാക്കും പ്രവൃത്തിയും അഖീദയും ശുദ്ധീകരിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പം എന്ത് ചെയ്യുമ്പോൾ, ഒരു കർമ്മം ചെയ്യുമ്പം മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്നൊരിക്കലും തോന്നരുത്. അങ്ങനെ തോന്നിയാൽ എന്തായി? നമ്മുടെ കർമ്മങ്ങളൊക്കെ ബാത്തിലായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഷിർക്കുൽ അസ്ഗർ നിങ്ങളിൽ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് എന്താണ് പറയുക? റിയ, ലോകമാന്യതയാണ് പറഞ്ഞത്. അപ്പം എല്ലാത്തിൽ നിന്നും മുക്തമായിക്കൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്നാണ് പറയുന്നത്. നമ്മളെ നിയ്യത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. അതിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാസ്സിന് വിളിച്ചാൽ അയാൾ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും, അതുകൊണ്ടാണ് പോകുന്നത് എന്ന് വിചാരിച്ചാൽ അവിടെ നിയ്യത്ത് മാറി. അയാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ നിയ്യത്ത് ആദ്യം ശ്രദ്ധിക്കണം. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന പറയാണ്, മാ ആലജ്തു ഷൈഅൻ അശദ്ദു അലയ്യ മിൻ നിയ്യതി അന്നഹാ തതഖല്ലബു അലയ്യ. എനിക്ക് ഏറ്റവും നന്നാക്കാൻ പ്രയാസം ഉണ്ടായിരുന്നത് എൻ്റെ നിയ്യത്തായിരുന്നു എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. അപ്പോൾ നിയ്യത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മഹാനായ ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഹദ്ദസന ഇബ്നു ഹുമൈദിൻ ഖാല സന യഅഖൂബ് അൻ ഹഫ്സിൻ അൻ ഷിംറിൻ ഖാല യുഅ്താ ബിറജുലി യൗമൽ ഖിയാമത്തി ലിൽ ഹിസാബി വഫീ സഹീഫതിഹി അംസാലുൽ ജിബാലി മിനൽ ഹസനാത്ത്. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരും. അവൻ്റെ കർമ്മരേഖയിൽ മുഴുവനായും ഹസനാത്തുകളായിരിക്കും, നന്മയായിരിക്കും. മലകൾ പോലെ, അംസാലിൽ ജിബാൽ, മല പോലെ എന്താണ് ഹസൻ, നന്മകളായിരിക്കും അവൻ്റെ കർമ്മരേഖയിൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്താണ്, സല്ലൈത യൗമ കദാ വ കദാ ലിയുഖാല സല്ലാ ഫുലാനുൻ അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ ഇന്ന ദിവസം നിസ്കരിച്ചിരുന്നു, പക്ഷെ എന്തിനാണ് നിസ്കരിച്ചത്? ജനങ്ങൾ അവൻ നിസ്കരിച്ചു എന്ന് പറയാൻ വേണ്ടി. അള്ളാഹു എന്നിട്ട് പറയാണ്, അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനാണ് അള്ളാഹു, ഞാനല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് അവനോട് പറയും എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലി അദ്ദീനുൽ ഖാലിസ്, ഖാലിസായ പ്രവർത്തനം എനിക്കുള്ളതാണ് എന്ന്. എന്നിട്ട് അള്ളാഹു വീണ്ടും അവനോട് പറയും, സുംത യൗമ കദാ വ കദാ, ഇന്ന ദിവസം നീ നോമ്പെടുത്തിരുന്നു, പക്ഷെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ജനങ്ങൾ അവൻ നോമ്പെടുത്തിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നീ നോമ്പെടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയുന്നത് എന്താണ്, ഞാനാണ് ഇലാഹ്, ഞാനാണ് അള്ളാഹു, ഞാനല്ലാതെ വേറെ ഒരു ആരാധനക്ക് അർഹനും ഇല്ല എന്ന്. ലി അദ്ദീനുൽ ഖാലിസ്. എന്നിട്ട് പറയാണ്, തസദ്ദഖ്ത യൗമ കദാ വ കദാ ലിയുഖാല തസദ്ദഖ ഫുലാനുൻ അനല്ലാഹു ലാ ഇലാഹ ഇല്ല അന ലി അദ്ദീനുൽ ഖാലിസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. എന്നിട്ട് അങ്ങനെ ഇത് പറഞ്ഞിട്ട് അവൻ്റെ ഓരോ കർമ്മങ്ങളും മായ്ച്ചു കളയും അതിൽ നിന്ന്. കാരണം ഒക്കെ എന്താണ്, മറ്റുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. ഏതുവരെ? ഹത്താ തബ്ഖാ സഹീഫതുഹു മാ ഫീഹാ ഷൈഉൻ, അവൻ്റെ കർമ്മരേഖയിൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല. അപ്പം മലക്കുകൾ അവനോട് ചോദിക്കുമെന്നാണ്, യാ ഫുലാൻ അലി ഗൈരില്ലാഹി കുൻത തഅമലു, നീ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണോ നീ പ്രവർത്തിച്ചത് എന്ന് മലക്കുകൾ അവനോട് ചോദിക്കും. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട 4-5 ഗുണങ്ങൾ ഓർമ്മപ്പെടുത്താണ്. ഒന്നെന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാണ് അള്ളാഹിൻ്റെ അടുക്കൽ. അതാണ് പറഞ്ഞത് എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര മനുഷ്യരുണ്ടായിട്ടും ഖുർആൻ ഇറക്കിയതാരല്ലേ, തെരഞ്ഞെടുത്തതാരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇന്ന അൻസൽനാ ഇലൈക്കൽ കിതാബ, താങ്കൾക്ക് കിതാബിനെ ഇറക്കിയെന്ന്. നമ്മൾ സൂറത്തു സുഖ്റുഫ് എടുക്കുന്ന സമയത്ത് പറഞ്ഞ് മക്കത്തെ മുശ്രിക്കീങ്ങൾ ചോദിക്കാം, വഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അദീം, എന്തുകൊണ്ട് ഈ ഖുർആൻ പാവപ്പെട്ട ഒരു മുഹമ്മദിനെ ഇറക്കി കൊടുത്തു? ഇത്ര വലിയ മഹത്തായ കുറേ ആളുകളുണ്ടല്ലോ, 2 ഗ്രാമങ്ങളിലുള്ള മക്കയിലും തായിഫിലുമുള്ള മഹത്തായ കുറേ ആളുകളുണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ട് ഇറക്കി കൊടുത്തില്ല? അപ്പം അള്ളാഹു അവർക്ക് കൊടുക്കുന്ന മറുപടി എന്താണ്, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ റഹ്മത്ത് അവരാണോ വീതം വെക്കുന്നതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാം. അപ്പം അതിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്ഥാനം അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് മനസ്സിലാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറക്കി കൊടുത്തതെന്ന്. രണ്ടാമത്തത് ഉലൂഉല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ ഔന്നത്യമാണ്. കാരണം ഒരു സാധനം ഇറക്കുക എന്ന് പറയുമ്പോൾ, നുസൂൽ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്കായിരിക്കും, ഒരിക്കലും താഴ്ന്ന് മുകളിലേക്ക് ഒരു സാധനം ഇറക്കൂല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ എന്താണ്, ഇന്ന അൻസൽന, നാം ഇറക്കി എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലാവും? അള്ളാഹുവിൻ്റെ ഔന്നത്യം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
മൂന്നാമത്തത് എന്താണ്, ഖുറാനിലെ എല്ലാ കാര്യങ്ങളും സത്യമാണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഖുറാനിലെ വർത്തമാനങ്ങൾ, അതേപോലെ തന്നെ കഥകൾ, അതേപോലെ തന്നെ അവാമിറുഹു വനവാഹി, ഖുറാനിലെ കൽപ്പനകൾ, വിലക്കുകളൊക്കെ എന്താണ്, സത്യമാണ്. അപ്പം ഖുറാനിലെ ഒരു വാർത്തകളിലും എന്താണ്, കളവില്ല. അതേപോലെ തന്നെ ഖുറാനിലെ കഥകൾ വെറുതെ ഒന്ന് കേട്ട് സമയം കളയാൻ വേണ്ടി കേൾക്കുന്ന ഒരു കഥകളല്ല, അതിൽ ധാരാളം എന്തുണ്ട്, പാഠങ്ങളുടെ ഓരോ വിശ്വാസിക്കും. അതാണ് മറ്റൊന്ന്. നാലാമത്തത് എന്താണ്, ഖുർആന് മനുഷ്യർക്ക് തെളിവാണ് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി. അതാണ് പറയുക ഫഅബ്ദുല്ല, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക എന്ന് അവിടെ പറഞ്ഞത്. അഞ്ചാമത്തത് ഉജൂബ് അൽ ഇഖ്ലാസ് ലില്ലാഹി ഫിൽ ഇബാദ ലിഖൗലിഹി മുഖ്ലിസൻ ലഹുദ്ദീൻ. എന്താണ്, ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത്, കർമ്മങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖ്ലിസൻ ലഹുദ്ദീൻ എന്ന് പറഞ്ഞത്. ഷെയ്ഖ് അബു മാലിക് അൽ ജുഹനി ഹഫിദുള്ളക്ക് ഒരു ചെറിയൊരു ലേഖനമുണ്ട്. എന്താണ്, നാം ഇഖ്ലാസ് ഉള്ളവരാണോ എന്ന് ചോദിച്ചാൽ, അത് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്തതുണ്ട്, 4 പേജേ ഉള്ളൂ. അതിൽ അദ്ദേഹം നമ്മൾ ഇഖ്ലാസ് ഉള്ളവരാണോ എന്ന് സ്വന്തം നമുക്ക് പരിശോധിക്കാൻ വേണ്ടി 11ഓളം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം, ഒക്കെ കൂടി പറയുന്നാൽ സമയം മതിയാവില്ല. വേണമെങ്കിൽ ഞാൻ ഇൻഷാല്ലാ ക്ലാസ്സിന് ശേഷം അത് PDF ഫയലുണ്ട്, അത് വേണമെങ്കിൽ അയച്ചുതരാം. അദ്ദേഹം അതിൽ പറയുന്ന ഒന്നെന്താണ്, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇഖ്ലാസ് ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മറ്റുള്ളവർ അറിയാൻ അവൻ ആഗ്രഹിക്കൂല. നമുക്കറിയാലോ, മറ്റെന്താണ്, ചില ആളുകൾ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, സദക്ക ചെയ്താൽ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല കർമ്മങ്ങൾ ചെയ്താൽ മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കും. പക്ഷെ ഇഖ്ലാസ് ഉള്ള ഒരു മനുഷ്യൻ അങ്ങനെയല്ല. എന്താണ്, ഒരു കാര്യം ചെയ്താൽ മറ്റൊരാളും അറിയരുത് എന്നായിരിക്കും അവൻ്റെ ചിന്ത. അതേപോലെ തന്നെ എന്താണ്, ചെയ്യുന്ന കാര്യങ്ങൾ ഭക്തിയോടെ ചെയ്യും ഇഖ്ലാസ് ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ. കാരണം എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് അത് സ്വീകരിക്കൂല എന്നുള്ള ഒരു പേടി കൊണ്ട് ഭക്തിയോട് ചെയ്യുന്ന കാര്യം ചെയ്യും. അങ്ങനെ ഏകദേശം 11ഓളം അടയാളങ്ങൾ ഇഖ്ലാസ് ഉള്ളവനാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. 11ഓളം കാര്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, 1-2 ഞാൻ പറഞ്ഞത്. ഇൻഷാല്ലാ അത് വേണമെങ്കിൽ ഞാൻ ക്ലാസ്സിന് ശേഷം അത് അയച്ചുതരാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് എന്താണ്, ഇന്ന അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇന്ന അൻസല, തീർച്ചയായും നാം ഇറക്കി, ഇലൈക്ക താങ്കൾക്ക്, എന്ത്, കിതാബ് വേദഗ്രന്ഥം അല്ലെങ്കിൽ ഖുർആൻ, ബിൽ ഹഖ് ന്യായപ്രകാരം, ഫഅബ്ദുല്ലാ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, മുഖ്ലിസൻ എങ്ങനെ ആരാധിക്കണം, വെറുതെ ആരാധിച്ചാൽ പോരാ, ഇഖ്ലാസോടുകൂടി ശുദ്ധീകരിച്ച്, കുഫ്റും ഷിർക്കും കുഫ്റും ഒന്നും ഇല്ലാതെ തൗഹീദോടുകൂടി നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയാം. ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ സത്യതയും അതേപോലെ തന്നെ തൗഹീദും സ്ഥാപിച്ചതിന് ശേഷം മുശ്രിക്കീങ്ങൾ അവർ ഷിർക്ക് ചെയ്യാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത ചില ന്യായങ്ങളുണ്ട്. ഷിർക്ക് ചെയ്യാൻ തിരഞ്ഞെടുത്ത ചില ന്യായങ്ങൾ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വരുന്ന ഈ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. എന്താണ് അവരെടുത്ത ന്യായങ്ങൾ? ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്താണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ തങ്ങൾക്ക് സാമീപ്യവും പ്രീതിയും എന്താണ് അവർ നേടിക്കൊടുക്കും എന്നുള്ള വിചാരം കൊണ്ടാണ്. അപ്പം ആ ഒരു വിഷയമാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. എന്താണ്, അല തൻബീഹിന് വേണ്ടിയിട്ടാണ്, അറിയുക, അല നിങ്ങൾ അറിയുക, ലില്ലാഹി ദീനുൽ ഖാലിസ്, ലില്ലാഹി അള്ളാഹുവിനാകുന്നു ദീൻ പ്രവർത്തനം അല്ലെങ്കിൽ മതം അനുസരണം ഒക്കെ പറയാം. അൽ ഖാലിസ്, ഖാലിസായ ശുദ്ധീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം കർമ്മങ്ങൾ ആർക്കുള്ളതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കിയ വ്യാകരണ പ്രകാരം നോക്കുമ്പം ഇവിടെ മുബ്തദ പിന്തിപ്പിച്ചിട്ടാണ് വന്നത്. അദ്ദീൻ എന്നുള്ളതാണ് ഇവിടെ മുബ്തദ. ശരിക്കും എന്താണ്, അദ്ദീനുൽ ഖാലിസു ലില്ലാഹി എന്നാണ് ശരിക്കുള്ളത്. എന്താണ്, ദീനുൽ ഖാലിസ്, ഖാലിസായ പ്രവർത്തനം അള്ളാഹുവിനാകുന്നെന്ന്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിനെ, ലഫ്ദുൽ ജലാല അള്ളാഹ് എന്നുള്ള ഇതാണ് ഖബർ, ഖബറിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്തിപ്പിച്ചു. അറബി വ്യാകരണത്തിൽ പറയും തഖ്ദീം മാ ഹഖ്ഖു തഅഖീർ യുഫീദുൽ ഹസ്ർ എന്ന്. അതായത് പിന്തിപ്പിച്ച്
പറയേണ്ട ഒന്നിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചില ലിമിറ്റുകളുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ലില്ലാഹി ദീനുൽ ഖാലിസ് ഖബറിനെ മുന്തിപ്പിച്ചത്. അപ്പം അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ. എങ്ങനെ, എന്തല്ലാഹുവിന് മാത്രം? ദീനുൽ ഖാലിസ്, ഖാലിസായ പ്രവർത്തനങ്ങൾ. അപ്പം അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അറിയുക ദീനുൽ ഖാലിസ് അള്ളാഹുവിനാകുന്നു. എന്നിട്ട് പറയുന്നത് വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയ, വല്ലദീന ഒരു കൂട്ടർ, ഇത്തഖദു സ്വീകരിച്ചിരിക്കുന്നു, ഇത്തഖദ ഇത്തഖദു ഇത്തിഖാദൻ, അപ്പം ഒരു കൂട്ടർ സ്വീകരിച്ചിരിക്കുന്നു, മിൻ ദൂനിഹി അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ അള്ളാഹുവിന് താഴെ. രണ്ടർത്ഥവും ശരിയാണ്. അള്ളാഹുവിന് പുറമെ ഉള്ളവരൊക്കെ അള്ളാഹുവിന് താഴെയുള്ളവരാണ്. അപ്പം വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി അള്ളാഹുവിന് പുറമെ സ്വീകരിച്ചവർ, ഔലിയ ആരെ സ്വീകരിച്ചവർ? ഔലിയാക്കളെ സ്വീകരിച്ചവർ. വലിയിൻ്റെ ബഹുവചനമാണ് ഔലിയ. അപ്പം വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ. ചില സഹാബിമാർ ഈ ആയത്ത് ഓതുന്ന സമയത്ത് വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയ ഖാലൂ മാ നഅ്ബുദുഹും എന്ന് ഓതിയിട്ടുണ്ട് എന്ന് തഫ്സീറുകളിൽ കാണാൻ കഴിയും. ഒരു പക്ഷെ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു അവസരത്തിൽ അങ്ങനെ ഓതുന്നത് കണ്ടിട്ടുണ്ടാവാം. ഇവിടെ എങ്ങനെയാണ്? വല്ലദീന ഇത്തഖദു മിൻ ദൂനി ഔലിയ മാ നഅ്ബുദുഹും, ഇതാണ് മാ നഅ്ബുദുഹും, നാം അവരെ ആരാധിക്കുന്നില്ല. അവർ പറയാണ് അള്ളാഹു അല്ലാത്തവരെ വലിയകളായി ഔലിയാക്കളായി സ്വീകരിച്ച ആളുകൾ അവർ പറയാണ് മാ നഅ്ബുദുഹും, നാം അവരെ ആരാധിക്കുന്നില്ല. ഇവിടെയൊക്കെ അവർ തീരെ ആരാധിക്കുന്നില്ല എന്നല്ല പറഞ്ഞ്, മറിച്ച് അവിടെ ഒരു ഇല്ല ഉണ്ട്, അതായത് ഇസ്തിസ്ന ഉണ്ട്. എന്താണത്? അവരെ ആരാധിക്കുന്നതിനൊരു ലക്ഷ്യമുണ്ട്. ഈ ആളുകൾക്ക്, അള്ളാഹു അല്ലാത്ത വലിയകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? അതാണ് ഇനി പറയുന്നത്. ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ലിയുഖർരിബൂന എന്ന് പറഞ്ഞാൽ ഖറബ യുഖർരിബു തഖരീബൻ. ഖറബ എന്ന് പറഞ്ഞാൽ അടുപ്പിക്കുക, ഖറുബ അടുത്തു. അപ്പം അവർ അള്ളാഹു അല്ലാത്ത വലിയകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിയുഖർരിബൂന ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ. എങ്ങനെ അടുപ്പിക്കുവാൻ? സുൽഫ, ഒരു അടുപ്പം. ഐ ഖുർബ, അടുപ്പം. സുൽഫക്ക് പദവി എന്നും ദറജ മൻസില, പദവി സ്ഥാനം എന്നും ഈ രണ്ടർത്ഥങ്ങളും സുൽഫ എന്ന വാക്കിനുണ്ട്. അപ്പം ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഒരു അടുപ്പം അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ അള്ളാഹു അല്ലാത്ത വലിയകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം അവർ ശിർക്ക് ചെയ്യാൻ വേണ്ടി അവർ എടുത്തൊരു ന്യായമാണ് എന്ത്? നമ്മൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. നാളെ അള്ളാഹു എന്താണ്? അവർ നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാം അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. മഹാനായ ഖത്താദ റഹിമഹുല്ലാ പറയാണ്, കാനു ഇദാ ഖീല ലഹും മൻ റബ്ബുക്കും വഖാലിഖുക്കും വമൻ ഖലഖ അസ്സമാവാതി വൽ അർദ വമൻ അൻസല മിനസ് സമാഇ മാ ഖാലു അല്ലാഹ് ഫയുഖാലു ലഹും മാ മഅനാ ഇബാദതികും ലിൽ അസ്നാം ഖാലു ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ വയശ്ഫഉ ലനാ ഇൻദഹു. മഹാനായ ഖത്താദ റഹിമഹുല്ലാ പറയാണ്, കാനു ഇദാ ഖീല ലഹും മൻ റബ്ബുക്കും വഖാലിഖുക്കും, അവരോട് ആരാണ് നിങ്ങളുടെ റബ്ബ്, ആരാണ് നിങ്ങളുടെ ഖാലിഖ്, സൃഷ്ടാവ് എന്ന് ചോദിച്ചാൽ, അതേപോലത്തെ വമൻ ഖലഖ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയും ആരാണ് സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ, വമൻ അൻസല മിനസ് സമാഇ മാൻ, ആകാശങ്ങളിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും എന്താണ്? ഖാലു അല്ലാഹ്, അള്ളാഹു ആണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അവർ പറയും. അപ്പോൾ അവരോട് ചോദിക്കും ഫയുഖാലു ലഹും മാ മഅനാ ഇബാദതികും ലിൽ അസ്നാം, പിന്നെ നിങ്ങൾ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൻ്റെ പൊരുൾ എന്താണ്? അപ്പോൾ അവർ പറയുന്നത് എന്താണ്? ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ വയശ്ഫഉ ലനാ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. വയശ്ഫഉ ലനാ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ വേണ്ടിയുമാണ് നമ്മൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ശുപാർശ ഒരാൾ ചെയ്യണമെങ്കിൽ രണ്ട് നിബന്ധനകൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. എന്താണ്? ഒന്ന് തൃപ്തി, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ അനുവാദം. ഇല്ലാ ലിമൻ അദിന ലഹു റഹ്മാനു വറദിയ ലഹു ഖൗല, അള്ളാഹുവിൻ്റെ തൃപ്തിയും വേണം, പിന്നെന്താണ്? അള്ളാഹുവിൻ്റെ അനുവാദം വേണം ഷഫാഅത്ത് ചെയ്യണമെങ്കിൽ. അപ്പം അവർ പറയുന്ന വാദാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഇനി അവർക്കുള്ള അവരുടെ വാദത്തിനുള്ള മറുപടിയാണ് അള്ളാഹു പറയുന്നത്, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. എന്താണ്? ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യഹ്കുമു, ഹകമ യഹ്കുമു ഹുക്മൻ,
അപ്പം ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, അള്ളാഹു അവരുടെ ഇടയിൽ യഹ്കുമു വിധി പറയുക തന്നെ ചെയ്യും, ബൈനഹും അവരുടെ ഇടയിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ സംവിധാനിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യർക്കിടയിലുള്ള അഖീദയിലുള്ള തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സൂറത്തു നഹ്ലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, സൂറത്തു നഹ്ലിലെ 38-39 ആയത്തുകൾ എന്താണ്? വഅഖ്സമു ബില്ലാഹി ജഹ്ദ ഈമാനിഹിം ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത് ബലാ വഅദൻ അലൈഹി ഹഖ്ഖൻ വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ ലിയുബയ്യിന ലഹുമുല്ലദീ യഖ്തലിഫൂന ഫീഹി വലിയഅലമ അല്ലദീന കഫറു അന്നഹും കാനൂ കാദിബീൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്? ലിയുബയ്യിന ലഹുമുല്ലദീ യഖ്തലിഫൂന ഫീഹി, അവരെന്തിലാണോ എന്താണ് അഭിപ്രായ വ്യത്യാസത്തിലായത്, യഖ്തലിഫൂന അവർ എന്താണ് മാറിപ്പോയത്, ലിയുബയ്യിന ലഹും അത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. വലിയഅലമ അല്ലദീന കഫറു അന്നഹും കാനൂ കാദിബീൻ, അവിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി എന്ത്? അന്നഹും കാനൂ കാദിബീൻ, അവർ കളവ് പറയുന്ന ആളുകളായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് അള്ളാഹു അന്ത്യനാളിനെ നിശ്ചയിച്ചത് എന്ന് പറയാം. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവർക്കുള്ള മറുപടി? ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, അവരുടെ ഇടയിലുള്ള വിധി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കും. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, അവർ ഭിന്നിച്ചു കൊണ്ടിരുന്നത് ഏതിലോ അതിൽ. ഇന്നല്ലാഹ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ലാ യഹ്ദി സന്മാർഗം നൽകുകയില്ല, അവനെ ഹിദായത്തിലേക്ക് അയക്കില്ല. എങ്ങനെയുള്ള ആളുകൾ? ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, കാദിബും കഫാറുമായ ഒരുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലേക്ക് നയിക്കുകയില്ല എന്ന് പറയാം. കാദിബ് എന്ന് പറഞ്ഞാൽ ഖദിബ് എന്ന് പറഞ്ഞാൽ കളവാണ്. അപ്പോൾ കാദിബ് കളവ് പറയുന്ന ഒരുത്തൻ, കഫാർ അതേപോലെ പെരും നിഷേധി. സീഗത്തുൽ മുബാലഗയാണ്, ഫആൽ വസ്നിൽ വന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് സീഗത്തുൽ മുബാലഗ എന്ന്. അപ്പം പെരും നിഷേധിയും കളവ് പറയുന്ന ഒരുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുകയില്ല? ഹിദായത്ത് നൽകുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. തെറ്റായ വിശ്വാസം, ഈ കുഫ്റും ബിദ്അത്തൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ കളവിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ കുഫ്റും ബിദ്അത്തൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ കളവ് പറഞ്ഞിട്ടാണ് അത് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളവാണ് ഒരു കാര്യം, കളവാണ് എന്ന് മനസ്സിലായാൽ ഉടനെ എന്ത് ചെയ്യണം? സത്യത്തിലേക്ക് മടങ്ങണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ബസ് മാറി കയറി കുറച്ച് പോയി കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക കയറിയ ബസ് മാറിയിട്ടുണ്ടെന്ന്. നമ്മൾ എന്താ ചെയ്യുക? അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് തിരിച്ച് നമ്മൾ കയറിയെടുത്ത് തന്നെ വരും. എന്നിട്ട് നമുക്ക് വേണ്ട എന്താണ് ബസ്സിൽ പ്രവേശിച്ചാണ് നമ്മൾ യാത്ര തുടരുക, അല്ലേ? അതല്ലേ? അപ്പം ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലായി പിന്നെ അതിൽ നമ്മൾ എന്ത് ചെയ്ത് തുടരരുത്. ഉടനെ എന്ത് ചെയ്യണം? സത്യത്തിലേക്ക് മടങ്ങണം. ജിന്നുകൾ വിജയിച്ചത് അങ്ങനെയാണ്. ജിന്നുകൾ അവർ ചെയ്യുന്ന ശിർക്കും കുഫറൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഖുർആൻ കേട്ടപ്പോൾ അതാണ് സത്യമെന്ന് അവർക്ക് മനസ്സിലായി. നമ്മളെ ആളുകളുടെ ഇടയിലൊക്കെ പല ആളുകളും ജിന്നുകളെന്ന് കേൾക്കുമ്പോൾ എന്താണ് അതൊരു മോശപ്പെട്ട വർഗമായിട്ടാണ് അവർ കണ്ടിരുന്നത്. സഹോദരന്മാർ, യഥാർത്ഥത്തിൽ ജിന്നുകൾ എന്താണ് നല്ല മനുഷ്യരെ പോലെ തന്നെ ഒരു വർഗമാണ്. അവരിൽ മുഅ്മിനുകളും അതേപോലെ തന്നെ മുസ്ലിങ്ങളൊക്കെ ജിന്നുകളിലുണ്ട്. അവരിലെ പിശാചുക്കളാണ് മോശപ്പെട്ട ആളുകൾ. അപ്പം ജിന്നുകൾ എന്താണ് അവർ ഖുർആൻ കേട്ടപ്പം അവരും ശിർക്കും കുഫ്രിലുമായിരുന്നു അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിൽ പറയാം, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു സമഅ നഫറു മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ യഹ്ദി ഇല റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ വഅന്നഹു തആല ജദ്ദു റബ്ബിനാ മത്തഖദ സാഹിബതൻ വലാ വലദ. എന്തായിരുന്നു അവരുടെ അവസ്ഥ? അവർ ശിർക്കും കുഫ്രിലായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം അവർ എന്ത് കേൾക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നത്. ഇതാര് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നാണ്. ഖുർആൻ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഖുറാഫാത്തുകളും ശിർക്കും കുഫ്റും ബിദ്അത്തൊക്കെ തെറ്റാണ് എന്ന് മനസ്സിലായി. അപ്പം അവരെന്ത് ചെയ്ത്? സത്യത്തിലേക്ക് മടങ്ങി. അജബുൻ ഉജാബ്, ഖുർആൻ കേട്ടു എന്ന് ഇന്നാ സമിഅനാ ഖുർആനൻ അജബ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം ഖുർആൻ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്ത്? ഖുർആനാണ് സത്യം എന്ന് മനസ്സിലായി. ഉടനെ അവർ എന്ത് ചെയ്ത്? ആ സത്യത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളുടെ നേതാക്കന്മാരും മനുഷ്യരൊന്നും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുകയില്ല എന്നാണ് ജിന്നുകൾ പറയാൻ.
ഞങ്ങൾ വിചാരിച്ചത് മനുഷ്യരും അതേപോലെ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാരും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുകയില്ല എന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇപ്പം മനസ്സിലായി അതല്ല സത്യം, ഖുർആൻ പറഞ്ഞതാണ് സത്യം എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങുകയാണ് എന്ന് പറയാം. അപ്പം നോക്കിയേ, പല ആളുകളും ഇന്ന് അങ്ങനെയാണ്, സ്വന്തം ഉസ്താദ് പറയുന്നതാണ് സത്യം, അതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഉസ്താദ് എന്ത് പറഞ്ഞു അതിൻ്റെ അപ്പുറം ഒന്നുപോലെ ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞു അതൊന്നും അവർക്ക് കേൾക്കണ്ട. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞോ എന്നാൽ കുഴപ്പമില്ല, അത് ചെയ്യാം, അതാണ് അവരുടെ തെളിവ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സത്യം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ അതിലേക്ക് മടങ്ങണം. പിന്നെ എന്ത് ചെയ്യരുത്, തെറ്റിൽ നമ്മൾ തുടരരുത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, കാദിബും കഫാറുമായ ഒരുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, ഹിദായത്ത് നൽകുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആയത്ത് നോക്കാം. ഒന്നാമത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാലിസായ ദീനല്ലാതെ മറ്റൊന്നും സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അന്നല്ലാഹു ലാ യഖ്ബലു ഇല്ലാ ദീനൻ ഖാലിസൻ. നിഷ്കളങ്കമായി പ്യൂരിഫൈഡായ മുക്തമായ ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും മുക്തമായ പ്രവർത്തനങ്ങളല്ലാതെ മറ്റൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതാണ് അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അതാണ് ഒന്നാമത്തെ വിഷയം. ഏതൊരു വിഷയം എന്തുണ്ടായിരിക്കണം, ഇഖ്ലാസോട് കൂടിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. രണ്ടാമത്തത് മുശ്രിക്കീങ്ങൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നതെന്ന് അവർ സമ്മതിച്ച കാര്യമാണ്. അതാണ് അവർ പറഞ്ഞത് മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, വിഗ്രഹങ്ങൾ അവർ ആരാധിച്ചിരുന്നു എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അതാണ് പറയുക മാ നഅ്ബുദുഹും, നമ്മൾ അവരെ ആരാധിക്കുന്നില്ല എന്നുള്ളത്. മൂന്നാമത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ എന്തായിരുന്നു, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ച ആളുകളാണ്, സമ്മതിച്ച ആളുകളാണ്. അള്ളാഹുവാണ് മഹാനായവൻ എന്നൊക്കെ, മഹത്തായവൻ എന്നൊക്കെ അവർ വിശ്വസിച്ച. അതാണ് ലി യുഖർരിബൂന ഇലല്ലാഹ്, ആ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലായി, അവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അന്നൽ ഹുക്മ ലില്ലാഹി അസ്സ വജൽ വഹ്ദഹു ഫീ ദാലിക്കൽ യൗം യാനി യൗമൽ ഖിയാമ വഅന്നൽ മർജിഅ ഇലൈഹി, അന്നേ ദിവസം അന്ത്യനാളിൽ വിധി കൽപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന്, അവനിലേക്കാണ് മടങ്ങുന്നതെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലായി. എന്താണ്, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, അള്ളാഹു അവരുടെ ഇടയിൽ വിധി കൽപ്പിക്കും എന്നുള്ളത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, അന്നേ ദിവസം അള്ളാഹു ആണ്, അള്ളാഹു മാത്രമാണെന്ന് വിധി കൽപ്പിക്കുന്നതെന്ന് മനസ്സിലാകാം. മറ്റൊന്ന് കാദിബും കഫാറുമായ ഒരുവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുകയില്ല, ഹിദായത്തിലേക്ക് നയിക്കുകയില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം ഹിദായത്ത് തടസ്സപ്പെടാനുള്ള ഒരു കാരണം എന്താണ്, ഈ കളവ് പറയുന്നവനും അതേപോലെ തന്നെ നന്ദി കെട്ടവനുമാണ്. അതിന് നേരെ വിപരീതം അങ്ങനെ തന്നെയാണ്. ഹിദായത്ത് ലഭിക്കാനുള്ള ഒരു കാരണം എന്താണ്, സത്യസന്ധത എന്നുള്ളതാണ്. സത്യസന്ധത ഉള്ള ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് ലഭിക്കും. ആ കാര്യങ്ങളാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉള്ള പാഠങ്ങൾ. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞ എന്ത്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അള്ളാഹുവിനാകുന്നു ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ. വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ അവർ പറഞ്ഞ എന്തായിരുന്നു ന്യായം, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, നാം അവരെ ആരാധിക്കുന്നില്ല ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഒരു അടുപ്പിക്കുവാൻ വേണ്ടിയാണ് നാം അവരെ ആരാധിക്കുന്നത്. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, അള്ളാഹു അവരുടെ ഇടയിൽ വിധി പറയുക തന്നെ ചെയ്യും. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അവർ ഏതൊന്നിലായിരുന്നോ ഭിന്നിപ്പുണ്ടായത് ആ വിഷയത്തിൽ. ഇന്നല്ലാഹ ലാ യഹ്ദി, അള്ളാഹു ഹിദായത്ത് നൽകുകയില്ല. മൻ ഹുവ കാദിബുൻ കഫാർ, കളവ് പറയുന്നവനെയും അതേപോലെ തന്നെ കഫാർ എങ്ങനെയുള്ളവൻ, നന്ദി കെട്ടവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുകയില്ല. തുടർന്നുകൊണ്ട് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ലൗ അറാദല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ചില ആളുകൾ അള്ളാഹുവിൻ്റെ മക്കളായിട്ട് ചില ആളുകൾ കണ്ടിരുന്നു. ഇപ്പം മലക്കുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് മക്ക മുശ്രിക്കീങ്ങൾ കണ്ടിരുന്നു. യഹൂദികളെ
ഉസൈർ ഇബ്നുല്ല എന്ന് പറഞ്ഞിരുന്നു, നസ്രാനികൾ അൽ മസീഹ് ഇബ്നുല്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു എന്താണ് അവർക്കുള്ള മറുപടിയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എന്താണ്? ഇന്ന ലൗ അറാദ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഐ യത്തഖിദ വലദൻ, ഒരു സന്താനത്തെ സ്വീകരിക്കാൻ, ലസ്തഫ, ഇസ്തഫ എന്ന് പറഞ്ഞാൽ മീൻ അസ്സഫ്വ, പരിശുദ്ധമായത്, പ്രത്യേകം ശുദ്ധീകരിച്ച് തിരഞ്ഞെടുക്കുക. അപ്പോൾ അള്ളാഹുവിന് ഒരു മകനെ വേണമെന്ന് അല്ലെങ്കിൽ ഒരു സന്താനത്തെ വേണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹു സ്വയം തിരഞ്ഞെടുക്കുമായിരുന്നു. ഇവരുടെ സമ്മതം അതൊന്നും വേണം. കാരണം എല്ലാവരും സൃഷ്ടിക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. എന്നിട്ട് പറയുന്നത് വലദൻ ലസ്തഫ, അള്ളാഹു തിരഞ്ഞെടുക്കുമായിരുന്നു. ഇപ്പം സൂറത്ത് ആലിമ്രാനിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹു അസ്തഫ ആദമ വനൂഹൻ വആല ഇബ്രാഹിമ വആല ഇമ്രാന അലൽ ആലമീൻ. എന്താണ് ഇന്നല്ലാഹു അസ്തഫ ആദമ വനൂഹൻ വആല ഇബ്രാഹിം? അള്ളാഹു തിരഞ്ഞെടുത്തു ആദമിനെയും വനൂഹൻ നൂഹിനെയും വആല ഇബ്രാഹിമിനെയും ഇബ്രാഹിമിൻ്റെ കുടുംബത്തെയും വആല ഇമ്രാൻ ഇമ്രാൻ്റെ കുടുംബത്തെ അലൽ ആലമീൻ, ലോകരുടെ മേൽ അല്ലെങ്കിൽ ലോകരേക്കാൾ. അപ്പം അവിടെയും ഇസ്തഫ എന്നാണ് പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തു. അപ്പം എന്താണ് ഇസ്തഫ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ അല്ലെങ്കിൽ പ്രത്യേകം ശുദ്ധീകരിച്ച് തെരഞ്ഞെടുത്തെന്നാണ്. അപ്പം ലൗ അറാദ അല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫ മിമ്മാ യഖ്ലുഖു മാ യശാ, അള്ളാഹു അവന് ഇഷ്ടമുള്ളതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുക്കുമായിരുന്നു. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ. സുബ്ഹാനഹു, അവൻ പരിശുദ്ധൻ, ഹു അല്ലാഹ്, അവനാകുന്നു അള്ളാഹു, ഹു അല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അൽ വാഹിദ് ഏകനായവൻ, അൽ ഖഹാർ, ഖഹറ യഖ്ഹറു ഖഹറൻ ഐ ഗലബഹു. ഖഹർ എന്ന് പറഞ്ഞാൽ കീഴൊതുക്കുക, മറ്റുള്ളവരെ തൻ്റെ കീഴിൽ ആക്കുക, എല്ലാത്തിനെയും ജയിച്ചടക്കിയവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പം ഹു അല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അള്ളാഹു ആകുന്നു ഏകനായവൻ, അതേപോലെ തന്നെ ഖഹാർ സർവാധിപതിയായ അള്ളാഹു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പറഞ്ഞ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു സന്താനം വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുക്കുമായിരുന്നു. അതിന് ഇവരുടെ സമ്മതമോ അല്ലെങ്കിൽ ഇവരെ ആക്കുകയോ വേണ്ട. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു സന്താനത്തെ തിരഞ്ഞെടുത്തിട്ടില്ല. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അവരുടെ വാദം അത് പൊളിഞ്ഞ വാദമാണ് എന്ന് മനസ്സിലായി. നമ്മൾ സൂറത്ത് സുഖ്റൂഫിൽ പഠിച്ചാണ് എന്താണ്? വജഅലു ലഹു മിൻ ഇബാദിഹി ജുസ്അ ഇന്നൽ ഇൻസാന ലകഫൂറുൻ മുബീൻ അമിത്തഖദ മിമ്മാ യഖ്ലുഖു ബനാതി വഅസ്ഫാകും ബിൽ ബനീൻ. അവരെന്താണ്? അള്ളാഹുവിന് പെൺമക്കളെ നിശ്ചയിച്ചു എന്ന് പറയാണ്. അതേപോലെ തന്നെ വജഅലുൽ മലായികത അല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസൻ അശഹിദു ഖൽഖഹും സതുക്തബു ഷഹാദത്തുഹും വയുസ്അലൂൻ. സുഖ്റൂഫിൽ തന്നെ ഉള്ളതാണ്. വജഅലുൽ മലായികത അല്ലദീന ഹും ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ ഇബാദുകളായ അടിമകളായ റഹ്മാൻ്റെ അടിമകളായ മലക്കുകൾ അവരെന്ത് ചെയ്തു? ഇനാസൻ, പെൺമക്കളാക്കി അല്ലെങ്കിൽ പെൺമക്കളാക്കി നിശ്ചയിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ. സൂറത്തുൽ മറിയമിൽ പറയാം വഖാലു ഇത്തഖദ റഹ്മാനു വലദ, അവർ പറഞ്ഞു എന്താണ്? അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് അവർ പറഞ്ഞു എന്ന്. അതേപോലെ തന്നെ സൂറത്ത് സുഖ്റൂഫിൻ്റെ അവസാനത്തിൽ ഖുൽ ഇൻ കാന ലിർറഹ്മാനി വലദുൻ ഫഅന അവ്വലുൽ ആബിദീൻ, നബിയെ നീ പറയുക, ഇൻ കാന ലിർറഹ്മാനി വലദുൻ, അള്ളാഹുവിനൊരു റഹ്മാനായ അള്ളാഹുവിനൊരു സന്താനം ഉണ്ട് എങ്കിൽ ഫഅന അവ്വലുൽ ആബിദീൻ, ഞാനാകുന്നു അതിനെ ആരാധിക്കുന്നതിൽ ഒന്നാമൻ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അങ്ങനെ ഒരു സന്താനം ഉണ്ടായിട്ടേ ഇല്ല. അപ്പം ലോകത്തെ എല്ലാ ബഹുദൈവ ആരാധകർക്കും മറുപടി കൊടുത്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ഷിർക്കിനെ എതിർത്തുകൊണ്ട് തൗഹീദ് ശക്തമായി സ്ഥാപിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അവസാനത്തെ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി നോക്കാം. ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫ മിമ്മാ യഖ്ലുഖു മാ യശാ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സന്താനത്തെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലസ്തഫ മിമ്മാ യഖ്ലുഖു മാ യശാ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് അവന് ഇഷ്ടമുള്ളത് അവൻ സ്വീകരിക്കുമായിരുന്നു. സുബ്ഹാനഹു, പക്ഷെ അവൻ എന്താണ്? പരിശുദ്ധനാണ്. അതിൽ നിന്നൊക്കെ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താണ്. ഹു അല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അള്ളാഹു എങ്ങനെയുള്ളവനാണ്? വാഹിദാണ്, ഏകനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതേപോലെ തന്നെ ഖഹാർ, സർവാധിപതിയുമായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്നുള്ളത്. ഈ ആയത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എന്ത് മനസ്സിലാക്കുക? 3 നാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒന്നെന്താണ്? അള്ളാഹ്, അതേപോലെ തന്നെ അൽ വാഹിദ്, അതേപോലെ തന്നെ അൽ ഖഹാർ. ഈ 3 നാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പഠിക്കാനും
അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ്റെ ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ച് ഓതാനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഈ വർഷം പുതിയൊരു സംരംഭം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഓരോ ആഴ്ചയിലും പഠിക്കുന്ന ആയത്തുകൾ മനഃപ്പാഠമാക്കാൻ വേണ്ടിയിട്ട് എൻലൈറ്റനിങ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് QHLCൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓരോ ആഴ്ചയും എത്ര ആയത്താണ് നമ്മൾ എടുക്കുന്നത് അത് മനഃപ്പാഠമാക്കി ഓതി കേൾപ്പിക്കുക. ദിവസം ഓരോ ആയത്ത് പഠിച്ചാലും മതി. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ മെസ്സേജ് ആക്കി ഇൻഷാല്ലാ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.